ഈ ദിവസങ്ങളിൽ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളെല്ലാം ജോലി തിരക്കുള്ളവരാണെന്നറിയാം. സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ, വാക്യങ്ങൾ, ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് വേഗത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓബദ്യാവ് എന്ന പ്രവാചകന്റെ പുസ്തകമാണ് നമ്മൾ പഠിച്ചത്. ആ ഓബദ്യാവ് ആരോടാണ് പ്രവചിച്ചതെന്ന് നമ്മൾ പഠിച്ചു. ഏദോമിനെ കുറിച്ചായിരുന്നു തന്റെ പ്രവചനം. ഏദോമിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ ഏദോം പട്ടണത്തെക്കുറിച്ചും എന്തുകൊണ്ട് ദൈവം ഏദോമിനെ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ വിധിക്കുന്നു എന്നതിനൊക്കെ നമ്മൾ പഠിച്ചു. അതിന്റെ രൂപരേഖകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ഏദോമിന്റെ ശിക്ഷ, ഏദോമിന്റെ കുറ്റങ്ങൾ, ഇസ്രായേലിന്റെ ശത്രുക്കളുമായുള്ള ന്യായവിധി, ഇസ്രായേലിന്റെ യഥാസ്ഥാപനം, ഇങ്ങനെ നമ്മൾ അതിന്റെ വിഭജനങ്ങളൊക്കെ പഠിപ്പാനിടയായി. ഏദോമിന്റെ ശിക്ഷ എന്താണെന്നും ഏദോം ചെയ്ത കുറ്റം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചല്ലോ. നിങ്ങൾ അതൊക്കെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് യോനയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. പ്രവാചകനായിരിക്കുന്ന യോനയുടെ പുസ്തകത്തിലേക്ക് നമുക്കിന്ന് പ്രവേശിക്കാം. ചില കാര്യങ്ങൾ മാത്രം ഇന്ന് യോനയുടെ പുസ്തകത്തിൽ നിന്ന്. അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ യോനയുടെ പുസ്തകം സവിസ്തരം വായിച്ച് മനസ്സിലാക്കി വരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഓക്കെ, നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിലെ 32ാമത്തെ പുസ്തകമാണ് യോനയുടെ പുസ്തകം. ഇതിന്റെ ചരിത്രത്തെ സംബന്ധിച്ചും ഇതിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായ വ്യാഖ്യാനങ്ങളും ചർച്ചകളും തർക്കങ്ങളും നടക്കുന്ന ഒരു പുസ്തകമാണ് ഈ യോനയുടെ പുസ്തകം. ആകെ 4 അധ്യായമാണ് ഇതിനുള്ളത് എങ്കിൽ തന്നെയും ഭയങ്കരമായ വാദപ്രതിവാദങ്ങൾക്ക് ഇന്നും യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഭവങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് യോനയുടെ പുസ്തകം. ഈ യോനയുടെ പുസ്തകവും യേശുക്രിസ്തുവിന്റെ വരവും അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ രീതികളും ഒക്കെ രണ്ടും സാമ്യമുള്ള സംഭവങ്ങളാണ്. പ്രവാചകനായിരിക്കുന്ന യോനയുടെ ശുശ്രൂഷയും യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും തമ്മിൽ വളരെ സാമ്യമുണ്ട്. ഓക്കെ, യോന എന്ന എബ്രായ നാമത്തിന്റെ അർത്ഥം പ്രാവ് എന്നാണ്. യോന എന്ന എബ്രായ പദത്തിന്റെ പേരിന്റെ അർത്ഥം പ്രാവ് എന്നാണ്. ഇനി ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് അമിത്ഥായുടെ മകനായ യോനയ്ക്ക്, അങ്ങനല്ലേ? ഈ അമിത്ഥായ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ യോനയുടെ പിതാവായിരിക്കുന്ന അമിത്ഥായി എന്ന പേരിന്റെ അർത്ഥം വിശ്വസ്തൻ എന്നാണ്. അപ്പൊ യോന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രാവ്. യോനയുടെ പിതാവായിരിക്കുന്ന അമിത്ഥായിയുടെ പേരിന്റെ അർത്ഥം എന്താണ്? വിശ്വസ്തൻ. വിശ്വസ്തനായവന്റെ പുത്രനായ നിഷ്കളങ്കൻ എന്നത് യേശുക്രിസ്തുവിന് മാത്രമേ പൂർണ്ണമായി യോജിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് യോനയും യേശുവും തമ്മിൽ ചില സാമ്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ യോന എന്ന വാക്കിന്റെ അർത്ഥം പ്രാവ്. യോനയുടെ പിതാവായിരിക്കുന്ന അമിത്ഥായിയുടെ ആ വാക്കിന്റെ അർത്ഥം, അമിത്ഥായി എന്ന പേരിന്റെ അർത്ഥം എന്താണ്? വിശ്വസ്തൻ. വിശ്വസ്തനായവന്റെ പുത്രനായ നിഷ്കളങ്കൻ, പ്രാവ്. അപ്പൊ ആ പേരിന് അല്ലെങ്കിൽ ആ പദത്തിന് ഏറ്റവും യോജിച്ചത് ആരാണ്? നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ക്രിസ്തുവാണ്. അതുകൂടാതെ മുൻപോട്ട് നമ്മൾ വരുമ്പോ യോനയിൽ ഉണ്ടായ പല സംഭവങ്ങളും യോനയുടെ പല മാതൃകകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോന എന്ന എബ്രായ പദത്തിന് പ്രാവ് എന്നർത്ഥം. ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, ലക്ഷ്യം, ഈ പുസ്തകം എഴുതാനുണ്ടായ ലക്ഷ്യം എഴുതിയോ? ഹെഡിങ് എഴുതുക, ലക്ഷ്യം എന്ന് എഴുതുക. ഈ പുസ്തകം എഴുതിയതിന്റെ ലക്ഷ്യം ദൈവത്തിന്റെ ദയയുടെ വലിപ്പം സർവ്വജാതികളെയും കാണിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ദൈവത്തിന്റെ ദയയുടെ വലിപ്പം സർവ്വജാതികളെയും കാണിക്കുക എന്നതാണ് ലക്ഷ്യം. എഴുതിയല്ലോ.
അപ്പൊ യോന എന്ന വാക്കിനർത്ഥം മറന്നു പോകരുത്. യോന എന്ന വാക്കിനർത്ഥം എന്താണ്? പ്രാവ്. ഈ യോനയുടെ പിതാവായിരിക്കുന്ന അമത്തായിയുടെ പേരിനർത്ഥം എന്താണ്? വിശ്വസ്തൻ. അപ്പൊ വിശ്വസ്തനായ പിതാവിന്റെ മകൻ ആരായി? നിഷ്കളങ്കൻ. ഇനി ഇതിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഈ പുസ്തകം എഴുതിയതിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ പറഞ്ഞത് ദൈവത്തിന്റെ ദയയുടെ വലിപ്പം, ദൈവത്തിന്റെ ദയയുടെ വലിപ്പം സകല ജാതികളെയും അറിയിക്കുക എന്നുള്ളതാണ്. എഴുതി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. ഈ നിനവേ എന്ന പട്ടണത്തിലേക്ക് ദൈവം യോനെ അയക്കുമ്പോൾ ദൈവത്തിന് പല പദ്ധതികൾ ആ ദൂതിനകത്തുണ്ട്. ജാതികൾ തിങ്ങിപ്പാർത്തിരുന്ന അല്ലെങ്കിൽ അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന, സകലവിധ മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞിരുന്ന, സമ്പത്ത് കുന്നുകൂടിയത് കൊണ്ട് സകലവിധ പാപവും ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ നിനവയിലുള്ളത്. ജാതികളാണ്, പുറം ജാതികളാണ്. ഈ യോന എന്ന പ്രവാചകൻ ഒരു യഹൂദനാണ്. യഹൂദൻ ഒരിക്കലും ജാതികളുമായി ഇടകലരാറില്ല. ജാതികളെ കുറിച്ച് അവർ പറയുന്നത്, യഹൂദന്മാര് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, അവർ ജാതികളെ കുറിച്ച് പറയുന്നത് നരകത്തിൽ കത്താൻ ഉപയോഗിക്കുന്ന വിറകുകൊള്ളികൾ എന്നാണ് ജാതികളെ കുറിച്ച് അവർ പറയുന്നത്. നരകത്തിൽ കത്താൻ ഉപയോഗിക്കുന്ന വിറകുകൊള്ളികൾ. ജാതികളെ കുറിച്ച് അവർ കാണുന്നത് അങ്ങനെ. അവര് രക്ഷപ്പെടുന്നതിനോ അല്ലെങ്കിൽ അവര് സുവിശേഷം കേൾക്കുന്നതിനോ അവര് വചനം പഠിക്കുന്നതിനോ മാനസാന്തരപ്പെടുന്നതിനോ ഒന്നും യഹൂദന്മാർക്ക് ഇഷ്ടമല്ല. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വലിയ പ്രവാചകനായിരിക്കുന്ന യോനയ്ക്ക് ദൈവം ഒരു ആലോചന കൊടുക്കുകയാണ്. നീ എവിടേക്ക് പോകണം? നിനവയിൽ പോയി പ്രസംഗിക്കണം. ആ പട്ടണത്തിനെതിരായി നീ പ്രസംഗിക്കണം. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട്, എന്നെ കാണുന്ന എനിക്ക് ചിലരെ മുഖമൊക്കെ കാണാൻ കഴിയുന്നു, നിങ്ങളോട് ഞാനൊരു കാര്യം, ഒരു ദൈവാത്മാവിന്റെ ദൂത് പറയാം. ദൈവം നമ്മളെ ഒരു സ്ഥലത്തേക്ക് ഒരു ആലോചന തന്ന് അയക്കുന്നു എങ്കിൽ ആ സ്ഥലത്തിൽ നിന്ന് എന്ത് കിട്ടുമെന്നോ അവിടെയുള്ള ജനത്തിന്റെ ക്വാളിറ്റി എന്താണെന്നോ നോക്കാതെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൂതകൾ, ശുശ്രൂഷകൾ, അത് അവരിലേക്ക് കൈമാറുവാൻ നമ്മൾ താല്പര്യമുള്ളവരായി തീരണം. അവരുടെ സംസ്കാരം ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കാം. അവരുടെ വസ്ത്രധാരണ രീതികൾ, അവരുടെ ആഹാര രീതികൾ, അവരുടെ സംസ്കാരങ്ങൾ, അവരുടെ ചുറ്റുപാടുകൾ, നമ്മളെ പോലെ നല്ല ചുറ്റുപാടുകളൊന്നും അവർക്ക് കാണത്തില്ലായിരിക്കാം. എന്ന് വെച്ച് ദൈവം തന്ന ദൂതിനെ, ദൈവം നൽകി തന്ന ശുശ്രൂഷയെ നമ്മൾ എന്ത് ചെയ്യരുത്? മൂടി വെക്കരുത്, ഒഴിഞ്ഞു പോകരുത്. ഒഴിഞ്ഞു പോയാലും ദൈവം നമ്മളെ അവിടെ കൊണ്ടുവരും. ഒരിക്കൽ ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അടി കൊണ്ടിട്ട് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് നേരെ ചെന്ന് പ്രസംഗിക്കാനുള്ളതാണ്. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകൾ, ദൈവം നിങ്ങൾക്ക് കൈമാറിയിരിക്കുന്ന ആലോചനകൾ, നിങ്ങളത് പറയുവാൻ വിശ്വസ്തരാണ്. അത് നിങ്ങൾ പറയേണ്ടതാണ്. കാരണം നിങ്ങൾ വിശ്വസ്തരെന്ന് എണ്ണിയാണ് ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്, അല്ലേ? നമ്മളെ വിശ്വസ്തരെന്ന് ദൈവം എണ്ണി. നമ്മളെക്കാൾ മിടുക്കുള്ളവർ, ജ്ഞാനികൾ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. വിദ്യാസമ്പന്നന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. വലിയ സാഹചര്യങ്ങളുള്ളവരുണ്ടായിരുന്നു. എന്നാൽ അവരുടെ നടുവിൽ നിന്ന് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ച് ഒരു പ്രത്യേക ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നാം യോനയെ പോലെ നമ്മുടെ സ്വയബുദ്ധിക്ക് അനുസരിച്ച് ഓടുന്നവരായിത്തീരും. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ ദയയുടെ വലിപ്പം, ദൈവം സർവകൃപാലുവായ ദൈവമാണ്. അനുഭവിക്കുന്നവരോട് മനസ്സലിയുന്ന ദൈവമാണ്. ഇത് പുറം ജാതികൾ അല്ലെങ്കിൽ സകല ജാതികളെയും, യഹൂദനെ മാത്രമല്ല സകല ജാതികളെയും അറിയിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. യഹൂദന്മാരിൽ മാത്രമല്ല രക്ഷ, അല്ലെങ്കിൽ യഹൂദന്മാരെ മാത്രമല്ല ദൈവം നോക്കുന്നത്, സകല ജാതികളെയും ദൈവം കരുതുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളതിനാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്.
ഇതിന്റെ എഴുത്തുകാരൻ ആരാണ്? 1:1 നമ്മൾ വായിക്കുമ്പോ അമിത്ഷായുടെ മകനായ യോനയ്ക്കുണ്ടായ യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ നമ്മൾ വായിക്കുന്നത് അമിത്ഷായുടെ മകനായ യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ 1:1 എന്ന വാക്യത്തെ അടിസ്ഥാനമാക്കി അമിത്ഷായുടെ മകനായ യോനയാണ് ഈ പുസ്തകം എഴുതിയത്. അപ്പൊ നമ്മൾ എന്താ ഹെഡിങ് കൊടുക്കുന്നത്? എഴുത്തുകാരൻ. എഴുത്തുകാരൻ എന്ന ഹെഡിങ്ങിന് നമ്മൾ കൊടുക്കണം അമിത്ഷായുടെ മകനായ യോന പ്രവാചകൻ. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി പറയുന്നു, നിന്റെ വിഷയത്തിൽ ഇന്ന് രാത്രി മറുപടിയാ. എല്ലാവരും വിചാരിച്ചു ആമേ എന്താ ഇന്നലെ വരെ സംസാരിച്ച എന്റെ ചേട്ടന്റെ നാവങ്ങ്. അപ്പൊ നമ്മള് ലക്ഷ്യം പഠിച്ചു. എന്താണെന്ന് ലക്ഷ്യം? ദൈവത്തിന്റെ ദയയുടെ വലിപ്പം സകല ജാതികളെയും കാണിക്കുക, അറിയിക്കുക എന്നുള്ളതാണ്. രണ്ടാം നമ്മൾ പഠിച്ചത് എഴുത്തുകാരൻ. എഴുത്തുകാരൻ ആരാണ്? 1:1 ആധാരമാക്കി നമുക്ക് പറയാൻ കഴിയും അമിത്ഷായുടെ മകനായിരിക്കുന്ന യോനയാണ്, യോന പ്രവാചകനാണ് ഇത് എഴുതിയത്. ഇനി അടുത്ത ഹെഡിങ് ആർക്കെഴുതി, ആർക്കു വേണ്ടി എഴുതി എന്നുള്ളതാണ്. ആർക്കു വേണ്ടി എഴുതി? ഇന്ന് രാത്രി ദൈവമൈതലേ ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. ഇസ്രായേലിനും ലോകമെമ്പാടുമുള്ള ദൈവജനത്തിനു വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്. ഇസ്രായേലിനും ലോകമെമ്പാടുമുള്ള ദൈവജനത്തിനും വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്. എടുത്തുകൊണ്ട് നടക്കും എന്റെ ആവശ്യം എല്ലാം എന്റെ തലമുറ കൂടെ ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ ആഹ്ലാദത്തോടു കൂടി സ്തോത്രം മുൻപിലോട്ട് പോയി പ്രാർത്ഥിച്ചു. കൈ വളരുന്നുവോ കാൽ വളരുന്നുവോ എന്നൊക്കെ നോക്കി മുൻപിലോട്ട് മുൻപിലോട്ട് പോയ മാതാവിനെ നോക്കൂ. ചില വർഷങ്ങൾ ആർക്കെഴുതി? ഇസ്രായേലിനും ലോകത്തെമ്പാടുമുള്ള ദൈവജനത്തിനും വേണ്ടി ഈ പുസ്തകം എഴുതി. നൽകി രണ്ടുപേരും സുഖമായി ജീവിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം ചെറിയ ഹെഡിങ് കൊടുക്കുക. പശ്ചാത്തലം ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു നിനവെ പട്ടണം. അസീറിയ എന്ന സാമ്രാജ്യത്തിന്റെ, ചെറിയ രാജ്യമല്ല, വലിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു. അപ്പോ നമുക്കതിനെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണേ, നിങ്ങൾ ഇപ്പൊ എഴുതാൻ നിൽക്കില്ലേ, തീർച്ചയായിട്ടും ആ നിനവെ എന്ന പട്ടണത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരം എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഒരു നിസ്സാരവൽക്കരിച്ച് കാണരുത്. ഒരു ക്യാപിറ്റൽ സിറ്റി, എല്ലാവിധ നന്മകളും എല്ലാവിധ സൗഭാഗ്യങ്ങളും എല്ലാവിധ അവസരങ്ങളുമുള്ള എല്ലാവിധ നന്മകളുമുള്ള ഒരു പട്ടണമായിരുന്നു ഇത്. അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു നിനവെ പട്ടണം. ഈ നിനവെ പട്ടണം ഇസ്രായേലിന്റെ മുഖ്യ ശത്രുക്കളിൽ ഒന്നായിരുന്നു. അപ്പോ എന്തു കാരണത്താലാണ് യോന അങ്ങോട്ട് പോകാതെ വഴിതിരിച്ചു പോയി എന്നുള്ളത് നമ്മൾ ഇവിടെ ചിന്തിക്കണം. ഇസ്രായേലിന്റെ ഏറ്റവും മുഖ്യ ശത്രുവായിരുന്നു ആര്? നിനവെ. അപ്പൊ ശത്രുവായിരിക്കുന്നവനോട് പോയി മാനസാന്തരപ്പെടടാ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ നീ രക്ഷപ്പെടുത്താൻ, ദൈവം നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ യോനയ്ക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. കാരണം എന്താ? യോനയുടെയും ഇസ്രായേലിന്റെയും ഏറ്റവും വലിയ ശത്രുവാണ് ഈ നിനവേക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഹെഡിങ്ങിന്റെ അകത്ത് നിനവയുടെ മാനസാന്തരം, നിനവയുടെ മാനസാന്തരം 3:5 മുതൽ 10 വരെ. 3:5 മുതൽ 10 വരെ. അടുത്തത് യോനയുടെ പരാതികൾ. യോനയുടെ പരാതികൾ.
4-ന്റെ 9 മുതൽ 4-ന്റെ 1 മുതൽ 9 വരെ. ആർക്കും തോന്നിയില്ല. 4-ന്റെ 1 മുതൽ 9 വരെ. ആശ്വസിക്കുന്നവരുണ്ടോ? ദൈവിക വിശദീകരണം കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല. 4-ന്റെ 10-ഉം 11-ഉം. 69-ന്റെ 20-ലേക്ക് വരുമ്പോൾ നിന്ന അവന്റെ ഹൃദയത്തെ തകർത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാ നിന്ന തകർത്തത്? എന്തുകൊണ്ടാ ആ നിന്നക്കകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്? ഒന്നും കൂടി പറഞ്ഞേ. ദൈവവൈതലെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആമേൻ നിറയപ്പെട്ട് അനുസരണം കെട്ട പ്രവാചകൻ ആയിരിക്കുന്ന 1-ന്റെ 1 മുതൽ 17 വരെ. വളരെ ശക്തമായി വിളിച്ചു അനുസരണം കെട്ട പ്രവാചകൻ ഒരു ദൂത് 1-ന്റെ 1 മുതൽ ഈ 17 വരെ. നിന്ന് തകർത്താലും ഭാരപ്പെടണ്ട. ആ തകർന്നിരിക്കുന്ന 2 നിന്നെ നിന്ദിച്ചവരുടെ കൃതജ്ഞതയുടെ സങ്കീർത്തനം. സ്വർഗം ദാവീദേ ഇന്ന് കൃതജ്ഞതയുടെ സങ്കീർത്തനം 2-ന്റെ 1 മുതൽ 10 വരെ. 2-ന്റെ 1 മുതൽ 10 വരെ. 3 യോനയുടെ പ്രസംഗം. യോനയുടെ പ്രസംഗം 3-ന്റെ 1 മുതൽ 10 വരെ. യോനയുടെ പ്രസംഗം 3-ന്റെ 1 മുതൽ 10 വരെ. അതിനകത്ത് ചെറിയ ഒരു ടൈറ്റിൽ, ചെറിയൊരു തിരിവ് എഴുതേണ്ടുന്നത് നിനിവയുടെ മാനസാന്തരം. നിനിവയുടെ മാനസാന്തരം 3-ന്റെ 5 മുതൽ 10 വരെ. 3-ന്റെ 5 മുതൽ 10 വരെ. അടുത്തത് യോനയുടെ പരാതികൾ 4-ന്റെ 1 മുതൽ 9 വരെ. യോനയുടെ പരാതികൾ 4-ന്റെ 1 മുതൽ 9 വരെ. ദൈവിക വിശദീകരണം 4-ന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ. 4-ന്റെ 10-ഉം 11-ഉം വാക്യം. ഇതിനകത്ത് തർക്കവിഷയമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പ്രധാനമായും മത്സ്യത്തിന് വയറ്റിലകപ്പെട്ട യോനെ കുറിച്ചാണ് പലരും ചോദിക്കുന്നത്. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1-ന്റെ 17 പറയുന്ന യോനെ വിഴുങ്ങിയതൊരു മഹാമത്സ്യമാണെന്നാണ്. മഹാമത്സ്യം. 1-ന്റെ 17 എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ നോക്കിക്കേ. 1-ന്റെ 17 യോനെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. ഈ മഹാമത്സ്യത്തിന് വെയിൽ ഷാർക്ക് എന്ന് പറയപ്പെടുന്ന വെയിൽ ഷാർക്ക്, നിങ്ങൾ നെറ്റിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. വെയിൽ ഷാർക്ക് എന്ന ഒരു തരത്തിൽപ്പെട്ട ഇനത്തിൽപ്പെട്ട തിമിംഗലമാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് സാധാരണയായി മനുഷ്യനെ ആക്രമിക്കാറില്ല. ഒരിക്കല് ന്യൂയോർക്കില് ബോട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് താഴെ വീണു, വെള്ളത്തിൽ വീണു. ആ കുഞ്ഞിനെ കടിച്ചു കൊല്ലാതെ അതിനെ കടിച്ച് എടുത്തുകൊണ്ടുവന്ന് കരയിൽ കൊണ്ടിട്ട ഒരു ചരിത്രം അമേരിക്കൻ ടൈംസിലെ ഒരു പുസ്തകത്തിൽ ഒരു ലേഖനമായി വന്നതാണ്. ആ തരത്തിലുള്ള വെയിൽ ഷാർക്ക് ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിന് ഏകദേശം 20 മീറ്റർ നീളവും 7000 കിലോ തൂക്കമുള്ള മത്സ്യമാണ്. 20 മീറ്റർ നീളവും 7000 കിലോ തൂക്കവുമുണ്ട്. രണ്ട് അറകൾ നിറഞ്ഞ
ഒരു പ്രത്യേക തര എന്താ പറയണ്ടേ ആമാശയമാണ്, ദഹനേന്ദ്രിയ വ്യൂഹമാണ് ഈ മത്സ്യത്തിനുള്ളത്. രണ്ടറയായിട്ടാണുള്ളത്. അതിന് ഇഷ്ടമല്ലാത്ത ആഹാരം അവന്റെ വയറ്റിൽ പെട്ടുപോയാൽ അതിനെ വൊമിറ്റ് ചെയ്ത് കളയുന്ന തരത്തിലാണ് ഈ മത്സ്യത്തിന്റെ വയറ് അല്ലെങ്കിൽ അതിന്റെ ആമാശയം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനിഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഫുഡ് അതിന്റെ വയറ്റിൽ പെട്ടുപോയാൽ അതിനെ പുറത്തു തള്ളിക്കളയുന്ന ഒരു സ്വഭാവം ഈ മത്സ്യത്തിന് ഉണ്ട്. അത് മാത്രമല്ല, ഒരു തരം കൊഴുത്ത ദ്രാവകത്തിൽ പൊതിഞ്ഞ് വയറ്റിൽ നിന്ന് വെയിൽ ഷാർക്ക് പുറത്തു തള്ളുന്ന വസ്തുവിന് യാതൊരു കേടും സംഭവിക്കാത്ത രീതിയിൽ പുറത്തു കളഞ്ഞതായി അനേക വാർത്തകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ വാദപ്രതിവാദങ്ങൾ നിറഞ്ഞ ഒരു ഭാഗമാണിത്. നമ്മൾ എത്ര പറഞ്ഞാലും ചിലരെന്ത് ചെയ്യത്തില്ല, തർക്കിക്കുന്ന ഭാഗമാണ്. ഒരാൾ മത്സ്യത്തിന് വയറ്റിൽ പോയാൽ 3 ദിവസം കിടക്കുമോ? ഭയങ്കരമായ ചൂടുള്ള നമ്മുടെ വയറ്റിലൊക്കെ ഏറ്റവും ചിക്കൻ ബിരിയാണിയൊക്കെ തിന്നിട്ട് 2 മണിക്കൂറിൽ തിരിച്ചു തീരുന്നിട്ടില്ലേ? അപ്പൊ ഒരു വലിയ മത്സ്യത്തിന് വയർ എങ്ങനെ ആയിരിക്കും? അപ്പോ മത്സ്യത്തിന് വയറ്റിൽ പെട്ടുപോയാൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ പുറത്തു വരും എന്നൊക്കെ ചോദിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. എന്നാൽ ഈ വെയിൽ ഷാർക്ക് എന്ന് പറയപ്പെടുന്ന ഈ ഇനത്തിൽപ്പെട്ട വലിയ മത്സ്യങ്ങൾ 20 മീറ്റർ നീളമുള്ള ഏകദേശം 7000 കിലോയിലധികം തൂക്കം വരുന്ന ഈ മഹാമത്സ്യങ്ങളുടെ വയറ്റിൽ രണ്ടറയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനിഷ്ടപ്പെടാത്ത ആഹാരങ്ങൾ അതിന്റെ വയറ്റിൽ ചെന്നാൽ കൊഴുത്ത് ദ്രാവക രൂപത്തിൽ അതിനെ വൊമിറ്റ് ചെയ്ത് കളയുന്ന ഒരു സ്വഭാവം സാധാരണ ഈ മത്സ്യത്തിന് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 1912 വാഷിംഗ്ടണിലെ സ്മിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മഹാമത്സരം, ഫ്ലോറിഡയിലെ തീരത്തുനിന്ന് പിടിച്ച 1912 വാഷിംഗ്ടണിലെ സ്മിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മഹാമത്സ്യത്തിന്റെ നീളം 45 അടി നീളമായിരുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ദൂതൻ നിന്റെ മുമ്പിൽ നിന്ന് രാത്രി ഇറങ്ങി വരാൻ പോകുകയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്നു മുതൽ എല്ലാ തലമുറകളിലും 45 അടി നീളമായിരുന്നു. അതിന്റെ വായ്ക്ക് 38 ഇഞ്ച് വിസ്താരവും ഉണ്ടായിരുന്നു. അപ്പൊ 1912 പിടിച്ച ഈ മഹാമത്സ്യത്തിന് 45 അടി നീളവും വായ്ക്ക് 38 ഇഞ്ച് വിസ്താരവുമുണ്ട്. 30,000 കിലോ ഭാരവും ഈ മത്സ്യത്തിനുണ്ടായിരുന്നു. ഇനി അതിലെന്താ ബ്രദർ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുമ്പോ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയാമോ? അതിനെ ഓരോ ഭാഗങ്ങൾ അവരിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 3-ാമത്തെ ദിവസമാണ് അതിന്റെ വയറിന്റെ ഭാഗത്തേക്ക് അവർ ചെന്നു, ആമാശയത്തിന്റെ ഭാഗത്തേക്ക് ചെന്നു. നമ്മളൊക്കെ വീട്ടിൽ മീൻ വെട്ടുന്നപോലെ പറഞ്ഞ് വെട്ടിക്കളയല്ല. അവര് പഠനത്തിന് വേണ്ടി പിടിച്ചിട്ട് അതിന് ഫോട്ടോ എടുപ്പും അതിന്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തി പതിയെ അവരത് ചെയ്ത് 3-ാമത്തെ ദിവസം അതിന് ആമാശയത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ ആമാശയത്തിന്റെ ആ സഞ്ചി വല്ലാതെ കിടന്ന് അനങ്ങുന്നു. അവരത് കീറിയപ്പോൾ 1000 കിലോയിൽ കൂടുതൽ ഭാരമുള്ള ബ്ലാക്ക് ഫിഷ് എന്ന് പറയുന്ന ഒരു തരം മത്സ്യം ജീവനോടെ അതിന് വയറ്റിൽ നമുക്ക് ലഭിച്ചു. അപ്പൊ നോക്കണേ, ഇത്രയും വലിയ വലിപ്പമുള്ള മത്സ്യത്തിന്റെ വയറ്റിൽ ഈ മീനിനെ കൊന്നു. അതിന് ഓരോ ഭാഗങ്ങൾ അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ 3-ാമത്തെ ദിവസം അതിന്റെ വയറ്റിൽ നിന്ന് ജീവനോടെ 1000 കിലോയിലധികം ഭാരമുള്ള ബ്ലാക്ക് ഫിഷ് ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ അവർക്ക് ലഭിച്ചു എങ്കിൽ യോന എന്ന പ്രവാചകൻ ജീവനുള്ള മഹാമത്സ്യത്തിന് വയറ്റിൽ 3 ദിവസം കിടന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കും. ഇനി നമ്മുടെ കേരളത്തിലും ഒരു സംഭവം നടന്നിട്ടുണ്ട്. 1974 നവംബർ മാസം 11-ാം തീയതി 1974
74 11-ാം തീയതി, നവംബർ 11-ാം തീയതി ബേപ്പൂർ കടപ്പുറത്ത്, കോഴിക്കോട്ടുള്ള ബേപ്പൂർ കടപ്പുറത്ത് വലിച്ചു കയറ്റിയ ഒരു വലിയ മത്സ്യം 28 അടി നീളവും 15 ടൺ ഭാരവും അതിനുണ്ടായിരുന്നു. 1974 നവംബർ 11-ാം തീയതി ബേപ്പൂർ കടപ്പുറത്ത് കോഴിക്കോട് വലിച്ചു കയറ്റിയ ഒരു മഹാമത്സ്യത്തിന് 28 അടി നീളവും 15 ടൺ ഭാരവും 20 അടി വണ്ണവും ഉണ്ടായിരുന്നു. ഇത് അന്നത്തെ മനോരമയിലും ഇന്ത്യൻ എക്സ്പ്രസിലും ഫോട്ടോ സഹിതം പ്രസിദ്ധീകരിക്കപ്പെട്ടതാ. ഇതിന്റെ വയറ്റിൽ നിന്നും ജീവനുള്ള മത്സ്യത്തെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ സംഭവങ്ങളൊക്കെ, ചരിത്ര സംഭവങ്ങൾ, ഈ നടന്ന സംഭവങ്ങളൊക്കെ കൂട്ടി വായിച്ച് നമുക്ക് നോക്കുമ്പോൾ പ്രവാചകനായിരിക്കുന്ന യോന 3 ദിവസം മത്സ്യത്തിന് വായിൽ കിടന്നു എന്നുള്ളത് വിശ്വസിക്കാൻ യോഗ്യമാണ്. ആരെങ്കിലും നിങ്ങളോട് തർക്കിച്ച് ചോദിച്ചാൽ ഈ തെളിവ് സഹിതം പറയണം. കേരളത്തിലെ ബേപ്പൂർ കടപ്പുറത്ത് 1974 നവംബർ മാസം 11-ാം തീയതി പിടിച്ചു കയറ്റിയ മത്സ്യത്തിന് 20 അടി നീളവും 15 ടൺ ഭാരവും 20 അടി വണ്ണവും ഉണ്ടായിരുന്നു. അതിന്റെ വൈതലം അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു നിനവെ പട്ടണം. അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു നിനവെ പട്ടണം. ഇസ്രായേലിന്റെ മുഖ്യ ശത്രുവായിരുന്നു അസീറിയ. ഇസ്രായേലിന്റെ മുഖ്യ ശത്രുവായിരുന്നു അസീറിയ. ഏകദേശം BC 722 ഇസ്രായേൽ അസീറിയയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. എന്ന് രാത്രി വിശ്വാസമില്ലാത്തത് കൊണ്ട് ചിലതൊക്കെ ദൈവം മാറ്റി ഒതുക്കി നിർത്തിയിരിക്കുക. നിന്റെ ജീവിതത്തിൽ ഇനി ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ദൈവം. ഇനി ഇതിന്റെ പ്രധാന വാക്യം, താക്കോൽ വാക്യം, ഈ പുസ്തകത്തിലെ പ്രധാന വാക്യം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. യോനയുടെ പുസ്തകം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. എന്നാൽ എഴുതണ്ട, എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. 4:11. ഇതാണ് അതിന്റെ പ്രധാന വാക്യം എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിനൊരു പ്രത്യേകത, ഇതിനകത്ത് ഒറ്റ പ്രവചനമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഒറ്റ പ്രവചനം. ചെറിയ പ്രവാചകന്മാരുടെ പ്രവചന ഗ്രന്ഥത്തിൽ ഈ പുസ്തകം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒറ്റ പ്രവചനം മാത്രമേ നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നുള്ളൂ. 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകും എന്ന് ഘോഷിച്ച് പറഞ്ഞു. ഈ ഒറ്റ വാക്യം മാത്രമാണ് യോനയുടെ പുസ്തകത്തിലെ പ്രവചനമായി നമുക്കുള്ളത്. ബാക്കി മുഴുവൻ യോന എന്ന പ്രവാചകന്റെ ചരിത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. താന് ദൈവിക ആലോചന ലഭിക്കുന്നു. ആലോചന ലഭിച്ച് താൻ തർശീശിലേക്ക് കപ്പൽ മാറി കയറി പോകുന്നു. മാറി കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിതെറ്റി കയറിയതല്ല. താൻ മനഃപൂർവ്വം കാശ് കൊടുത്ത് വേറെ റൂട്ടിലേക്ക്, തർശീശ് എന്ന പട്ടണത്തിലേക്ക് കയറിപ്പോകുന്നു. വഴിയാത്രയിൽ തനിക്ക് അനർത്ഥങ്ങൾ നേരിടുന്നു. നമുക്ക് ചരിത്രം നല്ലവണ്ണം അറിയാം. വഴിയാത്രയിൽ അനർത്ഥങ്ങൾ നേരിടുന്നു.
കപ്പലിലുള്ളവരെല്ലാം നിലവിളിക്കുന്നു. നിലവിളിക്കുന്ന സമയത്ത് ചീട്ടിടുന്നു. ചീട്ട് യോനയ്ക്ക് വീഴുന്നു. യോന എന്ത് ചെയ്യായിരുന്നു അവിടെ എഴുതിയിട്ടുണ്ട്. കപ്പലിന്റെ ഏറ്റവും അടിത്തട്ടിൽ ചെന്ന് ചരക്കുകൾക്കിടയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഈ ഉൽപ്പത്തി പുസ്തകം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ പ്രശ്നമുണ്ടാകുമ്പോൾ ഉറങ്ങിയിട്ടുള്ളതെല്ലാം ദൈവമക്കളാണ്. ബാക്കിയുള്ളവരെല്ലാം ഈ ഓടുന്നവർ ഓടുമ്പോ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഉറങ്ങുന്നത് ആരാ? ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന് ഉറങ്ങുന്നവൻ. നല്ല ആരാധന നടക്കുമ്പോ കൂർക്കം വലിച്ചുറങ്ങുന്നവര്. കാത്തിരിപ്പ് യോഗം വേണം എന്നൊരു ബഹളം വയ്ക്കും. കാത്തിരിപ്പ് യോഗത്തിന് മീറ്റിംഗ് വെക്കും. ആദ്യം ഉറങ്ങുന്നത് ആ വ്യക്തിയായിരിക്കും. ഇവിടെ നോക്കിക്കേ, പത്രോസിനെ പിടിച്ചു. നാളെ രാവിലെ തലവെട്ടുമെന്ന് അറിഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുന്നു, പത്രോസ് പടയാളി നടുവിൽ സുഖമായി കിടന്നുറങ്ങി. ഇവിടെ യോന നോക്കിക്കേ, കപ്പലിന്റെ മേൽത്തട്ടിൽ സകലർന്ന് ഉയരും വാരി പിടിച്ച് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നിലവിളിക്കുക. കുറ്റാക്കൂരിരുട്ടത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ കപ്പലിലെ ചരക്ക് മുഴുവൻ വലിച്ചെറിഞ്ഞു കളഞ്ഞ് നിലവിളിക്കുമ്പോൾ ഇവിടെ ഉറങ്ങുന്ന യോനയെ നമുക്ക് കാണാം. അതിനുശേഷം യോനയെ എടുത്ത് കടലിൽ കളയുന്നു. കടലിൽ കളയുന്നു. അവനൊരു മഹാമത്സ്യം വിഴുങ്ങുന്നു. 3 ദിവസം കഴിഞ്ഞ് യോനയെ നിനവയുടെ തീരത്ത് മഹാമത്സ്യം ഛർദ്ദിക്കുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് യോന നിനവെ പട്ടണത്തിനെതിരെ പ്രസംഗിക്കുന്നു. അവര് വലിയൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അവരുപവസിക്കുന്നു. അവര് മാനസാന്തരപ്പെടുന്നു. പട്ടണത്തിന് നാശം കാണേണ്ടതിന് തീ വീണ് സ്വതന്ത്രമര പട്ടണം കത്തിയതുപോലെ നിനവെ പട്ടണം കത്തുന്നത് കാണാൻ വേണ്ടി ഒരു ആവണക്കിന്റെ ചുവട്ടിലിരിക്കുന്ന പ്രവാചകനെ നമുക്ക് കാണാം. ആവണക്കൊരു പുഴുകുത്തി ഉണങ്ങിയപ്പോൾ തന്റെ ഉഷ്ണം തന്നെ ശരീരത്തിൽ അടിച്ചിട്ട് പിറുവിറുക്കുന്ന വേദനിക്കുന്ന പരിഭവം പറയുന്ന യോന പ്രവാചകനെ നമുക്ക് ഇവിടെ കാണാം. ആ സമയത്താണ് ദൈവം ചോദിക്കുന്നത്, നിനക്ക് നീ നടാത്ത, നീ കഷ്ടപ്പെടാത്ത ഒരു ചെടി ഉണങ്ങിയതിൽ നിനക്ക് ഇത്രത്തോളം വിഷമം തോന്നുന്നുവെങ്കിൽ ഇടം കൈയും വലം കൈയും അറിയാത്ത ഇത്രയും ജനം നശിക്കുന്നതിൽ എനിക്ക് അനുതാപമില്ലയോ എന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ മഹാകരുണ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം അവര് മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് വരുന്നതും യോന പറയുന്ന വാക്കുകൾ, എനിക്കല്ലേലും അറിയാം നീ ഈ ജനത്തെ രക്ഷിക്കുമെന്ന് എനിക്ക് നല്ലവണ്ണമെന്ന് അറിയാം എന്ന് പറയുന്ന യോനയൊക്കെയാണ് നമുക്ക് മുൻപോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇത്രയാണ് അതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞത്. അതിനൊരു ചെറിയ ഹെഡിങ് കൊടുത്തോളൂ, പ്രത്യേകതകൾ. പ്രത്യേകതകൾ യോനയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കാണുന്ന യോന 3:4 കാണുന്ന പ്രവചന വാക്യങ്ങൾ അല്ലാതെ വേറെ ഒരു പ്രവചന ശബ്ദവും ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. 3:4 കാണുന്ന പ്രവചന ശബ്ദമല്ലാതെ വേറെ ഒരു പ്രവചനവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. യോനയ്ക്കുണ്ടായിരുന്ന സ്വഭാവങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യരുത്, നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പോ ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ദൈവം തരുന്ന ആലോചനകളെ അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യമാണ്. അതിൽ നമ്മൾ മറ്റുള്ള മതങ്ങളോടുള്ള മറ്റുള്ള ആൾക്കാരുടെ വൈരാഗ്യമോ അല്ലെങ്കിൽ അഹങ്കാരമോ ഇതര മത വിദ്വേഷമോ കോപശീലമോ ഒന്നും നമ്മളിൽ ഉണ്ടാകാതെ ഈ ദിവസങ്ങളിൽ ക്രിസ്തു തന്ന ദൈവം തന്ന ദൈവിക ആലോചനകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് യോനയുടെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാം.